ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ നാടും നാട്ടുകാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ യഥാവിധി സൂക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യാമെന്ന് എന്നെയും നിങ്ങളെയും പ്രാർത്ഥന ചെയ്യത്ത് ചെയ്യും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ്. ജനുവരി 26-ഉം ആഗസ്റ്റ് 15-ഉമാണ് ആ തരത്തിൽ വിപുലമായി നമ്മുടെ രാജ്യത്ത് ആഘോഷിക്കപ്പെടാറുണ്ട്. ഈ ആഗസ്റ്റ് 15-ൻ്റെ ഒരു പ്രത്യേകത വന്ദേ മാതരം എല്ലാവരും ആലപിക്കണം, പാടണം, അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബില്ല് നമ്മുടെ പാർലമെന്റ് പാസാക്കിയിരിക്കുന്നു. കൽക്കട്ട ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി പാടിയതുകൊണ്ട് ആകാശമൊന്നും മറ്റേതെങ്കിലും ഒരു മതത്തിൻ്റെ സംഗതികൾ പാടുന്നത് കൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴുന്ന പ്രശ്നമൊന്നുമില്ല എന്ന് വളരെ ലാഘവത്വത്തോടെ ലളിതമായി അതിനങ്ങോട്ടും പറയാം. പാടാതിരുന്നോണ്ടും ഇടിഞ്ഞു വീഴാനൊന്നും പോണില്ല. ആരെങ്കിലും നിർബന്ധിപ്പിച്ചൊരു പാട്ട് പാടിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യമോ ദേശസ്നേഹമോ മനുഷ്യസ്നേഹമോ മതസ്നേഹമോ അല്ലെങ്കിൽ അതുകൊണ്ട് വിജയിക്കാൻ കഴിയുന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നമാണ്. അപ്പൊ ആരുടേതെങ്കിലും ഒന്ന് പാടിയതുകൊണ്ട്, പ്രത്യേകിച്ച് ഇത് പാടിയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഒരു ഹൈക്കോടതി ജഡ്ജി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നു. കേരളത്തിലും അത് കുറച്ച് വിവാദങ്ങളൊക്കെ ആയി. വളരെ വിശദമായ സ്വഭാവത്തിൽ എവിടെന്നോ സർക്കുലർ പ്രത്യക്ഷപ്പെടുകയും സ്വാതന്ത്ര്യദിന ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഗസ്റ്റ് 15-ന് ഇത് ആലപിക്കണം എന്നുള്ള നിർബന്ധമായ ശാസന പോലെ കൽപ്പനകൾ വരികയും ഒക്കെ ചെയ്തു. പിന്നീട് ഗവൺമെന്റ് അത് തിരുത്തി. അതിന്റെ ആദ്യം ഭാഗമേ പാടേണ്ടതുള്ളൂ, അവസാന ഭാഗം പാടുന്ന പ്രശ്നമില്ല. ആദ്യം പാടിയത് എന്തായിരുന്നു അത് മാത്രമേ പാടൂ, അവസാന ഭാഗം പാടുന്ന പ്രശ്നമില്ല എന്ന് തിരുത്തുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയും ഇതിന്റെ ആനുകാലികമായ ഒരു വശമാണ്. ഈ ആഗസ്റ്റ് 15-ന്റെ വർത്തമാനകാല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വശമാണ്. രണ്ടാമത്തത് 2014 മുതൽ ഒരു ഗവൺമെന്റ് ഇന്ത്യയിലുണ്ട്. രസകരമായൊരു കുറിപ്പ് ഒരു ഇതിൽ കണ്ടത്, ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് 13 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെന്ന്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രി, ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി, ഒരൊറ്റ പ്രധാനമന്ത്രിയാണ് 14 കൊല്ലമായിട്ട് അധികാരത്തിലുള്ളത്. മൻമോഹൻ സിംഗ് ആണ് അവസാനത്തെ പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത് ഇന്ത്യയിൽ. അദ്ദേഹത്തിന് ശേഷം ഒരു പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യത്ത് പത്രസമ്മേളനം നടത്തിയിട്ടില്ല. ചോദ്യങ്ങളെ ഭയപ്പെടുന്ന, അന്വേഷണങ്ങളെ ഭയപ്പെടുന്ന, കൃത്യമായി മറുപടികൾ പറയാൻ ധാരണയില്ലാത്ത, മറുപടികൾ കയ്യിലില്ലാത്ത ഒരു ഭരണകൂടം നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇന്നലെ പാർലമെന്റിൽ ഹാജരായത് വന്ദേ മാതരത്തിന്റെ ബില്ല് പാസ്സാക്കാൻ വേണ്ടി മാത്രമാണ്. ബില്ല് പാസ്സാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഈ ഗവൺമെന്റിന്റെ, ഇന്ത്യയിലെ ഏറ്റവും കരുത്തരായ 2 വ്യക്തിത്വങ്ങൾ, ഈ രാജ്യത്തിലെ മനുഷ്യരോട് പറയാനുള്ള കാര്യങ്ങൾ ഏറ്റവും മനോഹരമായും ഏറ്റവും ഗൗരവത്തോടു കൂടിയും പറയാനുള്ള വേദിയാണ് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. ആ പാർലമെന്റിൽ പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങൾ പറയാൻ ധൈര്യം കാണിക്കാതെ ഈ വന്ദേ മാതരം ഇന്ത്യയിലെ പൊതുസമൂഹത്തിന്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രപരമായ ഒരു വരവല്ലാതെ വരാതിരിക്കുന്നതിന് കാരണമുണ്ട്. നമുക്കറിയാമായിരുന്നു. അത് നമുക്ക് പ്രതീക്ഷാ നിർഭരമാണ്, സന്തോഷ നിർഭരമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വലിയ ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പുതിയ ചില സംവിധാനങ്ങൾ ഈ രാജ്യത്തിന്റെ അകത്തടങ്ങളിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിയെ രാജിവെപ്പിച്ചുകൊണ്ട് കേരളത്തിലെ, ഇന്ത്യയിലെ യുവത നടത്തിയിട്ടുള്ള ജൻസി സമരങ്ങൾ. അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകണില്ല. യുവാക്കൾക്ക്, നമ്മുടെ യുവാക്കളെ കുറിച്ച് വളരെ വലിയ ആശങ്കകളും അതിശയോക്തികളും തെറ്റായ ധാരണകളുമൊക്കെ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ വിദ്യാസമ്പന്നരായ യുവാക്കൾ ഈ രാജ്യത്തിലെ സംഭവങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യുന്നു, വിലയിരുത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ നിലപാടുകളിലേക്കും സമീപനങ്ങളിലേക്കുമൊക്കെ അവർ പ്രവേശിക്കുന്നതിന്റെ അപകടകരമായ ഒരു ഭരണകൂടത്തെ മുൾമുനയിൽ നിർത്തി ഉദ്ദേശിക്കുന്ന ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടൊരൊറ്റ ചോദ്യം പാർലമെന്റിലുണ്ട്. പെല്ലറ്റ് ഗൺ, അതുപോലെ തന്നെ ലാത്തിക്ക് ആണി വെച്ചിട്ട് അടിക്കാനൊക്കെ
ഓർഡർ കൊടുത്തത് ആരായിരുന്നു? ഇതിന് മറുപടി പറയണം. ഒന്നുകിൽ ഞാനാണ്, അല്ലെങ്കിൽ ഞാനല്ല. ഇത് ആഭ്യന്തരമന്ത്രി പറയണം. രണ്ട് പറഞ്ഞാൽ ഇയാൾക്ക് പ്രശ്നം. ഞാനാണെന്ന് പറഞ്ഞാൽ ഇയാൾ ആരാ? ഇന്ത്യയിലെ യുവസമൂഹത്തിനെ തല്ലിച്ചതക്കാൻ അനുമതി നൽകുന്ന ഒരു ആഭ്യന്തരമന്ത്രി എന്തിനാണ് ന്യായമുള്ള അവകാശമുള്ള ഒരു പ്രശ്നത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിനെതിരെ ആ വിദ്യാർത്ഥി സമൂഹത്തെ ഇങ്ങനെ അടിച്ച് ചതച്ച് നിലംപരിശാക്കാൻ? അതിനാണോ ആഭ്യന്തരമന്ത്രിമാർ ഈ രാജ്യത്തിന്റെ അധികാരങ്ങളിൽ ഇരിക്കുന്നത്? ഇത് അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഇനി അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാലോ, അത് അതിനേക്കാൾ വലിയ പോലെ. പിന്നെ ആരാണ് ഈ രാജ്യം ഭരിക്കുന്നത്? ആരാണ് ഈ രാജ്യത്തെ റിമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരുടെ കൽപ്പനകളാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് പ്രധാനമന്ത്രിയും വന്നില്ല, ആഭ്യന്തരമന്ത്രിയും വന്നില്ല. ഇനി ഒരു മൻ കി ബാത്ത് നടത്തും. എന്ത് വർത്തമാനമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. മനുഷ്യരുടെ മുമ്പിലും മീഡിയയുടെ മുമ്പിലും പൊതുസമൂഹത്തിന്റെ മുമ്പിലും. രസകരമായ മറ്റു വശങ്ങളുണ്ട്. അതൊക്കെ കുറച്ചുകൂടി ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി. അദ്ദേഹത്തോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു പത്രക്കാർ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ പ്രധാനമന്ത്രിയോട് ഇങ്ങനെ ചോദിക്കാറുണ്ടോ? നിങ്ങൾ ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രിയോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടോ? നിങ്ങൾ അവിടെ ചോദിക്കാത്ത ചോദ്യങ്ങളൊക്കെ എന്റെ അടുത്ത് ചോദിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് മറുപടി പറയാൻ കഴിയും. നിങ്ങൾ ഈ ചോദ്യങ്ങൾ അവിടെ ചോദിക്കും. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ പോലും ചോദ്യങ്ങൾ ചോദിക്കുന്ന ലോകത്ത് ഇന്ത്യയിലെ മീഡിയ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന നാലാം നെടുന്തൂൺ ജനാധിപത്യത്തിന്റെ ബ്യൂറോക്രസിയുടെ ഈ രാജ്യത്തിന്റെയൊക്കെ സംരക്ഷകന്മാരിൽ നാലാമത്തെ കൂട്ടമെന്ന് പറയുന്ന മീഡിയ വാലുമടക്കി പത്തിമടക്കി ഏകപക്ഷീയമായി ഇന്ത്യയിലെ ഭരണകൂടവർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന കാഴ്ചകൾ നിങ്ങൾ ഇത്തിരി ധൈര്യം കാണിക്കണമെന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പത്രക്കാരോട് ഇന്നലെ തന്നെ വേറെ പത്രസമ്മേളനം നടത്തി ചോദിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ വർത്തമാനകാല ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ജൻസി സമരത്തിന്റെ മറപൊളിക്കാനാണ് വന്ദേ മാതരത്തെ കൂട്ടുപിടിച്ച് ഇന്ത്യയിലെ പൊതുസമൂഹം മുഴുവൻ അത് ചെല്ലണം. ആര് ചെല്ലുന്നിടത്താണ് ഈ പ്രശ്നമുള്ളത്? ആരെ കൊണ്ടാണ്? ലോകത്തെവിടെയെങ്കിലും മറ്റൊരു വിശ്വാസത്തിലെ ആചാരത്തിലെ അനുഷ്ഠാനങ്ങളെ അതുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ള പ്രാർത്ഥനാ സ്വഭാവമോ പ്രഖ്യാപന സ്വഭാവമോ അല്ലെങ്കിൽ ആലാപന സ്വഭാവമോ ഉള്ള കാര്യങ്ങൾ ഇതര മതത്തിലെ സമൂഹത്തിലെ വ്യക്തികളെ കൊണ്ട് പാരായണം ചെയ്യിക്കുന്ന, പാടിപ്പിക്കുന്ന, നിർബന്ധിപ്പിച്ച് അത് ഉരുവിടിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പ്രദേശം ലോകത്തുണ്ടോ? അതാത് രാജ്യങ്ങളിലെ എല്ലാ മനുഷ്യരും ചില ചോദ്യങ്ങളൊക്കെ അവർ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇത് എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ടും പാടിപ്പിക്കാനാണ് ഇവർക്ക് എത്ര വലിയ തിരക്ക്? മുസ്ലിങ്ങൾ പാടണം, മുസ്ലിങ്ങളാണ് പാടേണ്ടത്. മുസ്ലിങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. മുസ്ലിങ്ങളെ കൊണ്ട് ഇത് പാടിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് മുഴുവൻ പാടാനും പറയാനുമല്ല, വ്യക്തി എന്നുള്ള നിലയ്ക്കും സമൂഹം എന്നുള്ള നിലയ്ക്കും ഒരു പ്രത്യേകമായ ദർശനത്തെയും ആശയത്തെയും ഉൾക്കൊള്ളുന്നവർ എന്നുള്ള നിലക്കും മനുഷ്യന്റെ വ്യക്തിത്വത്തെയും അവകാശങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ടടക്കം നമ്മൾ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, വഴങ്ങേണ്ട ഒരു പ്രശ്നമില്ല. കാരണം ഈ രാജ്യം RSSകാരുടേതല്ല, അവരുടേതാണ്. വി.ഡി. സവർക്കർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്നത് ആരാണെന്ന് കണ്ണൂരിലെ ഒരു നല്ല നിഷ്കളങ്കരായ അധ്യാപകൻ വിദ്യാർത്ഥികളോട് ചോദിക്കുകയാണ്. ഉത്തരവാദിനുണ്ട് മിസ്റ്റർ വി.ഡി. സവർക്കർ. വി.ഡി. സവർക്കർ പഠിക്കേണ്ട കഥാപാത്രം. ജയിലിൽ പോകുന്നതിന്റെ മുമ്പും ജയിലിൽ പോയതിനു ശേഷമുള്ള ഒരു ചരിത്രമുണ്ട്. ജയിലിൽ പോകുന്നതിന് മുമ്പ് നമ്പർ 1 സ്വതന്ത്ര സമര പോരാളിയായിരുന്നു അദ്ദേഹം. ബ്രിട്ടീഷുകാരെ ഉറപ്പിച്ച 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുള്ള, ബ്രിട്ടീഷുകാർക്കെതിരെ അതികരുത്തുള്ള നിലപാടുകൾ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു വി.ഡി. സവർക്കർ. പക്ഷെ അന്തമാന്റെ മുമ്പും അന്തമാനിന് ശേഷമുള്ള ഒരു ഘട്ടമുണ്ട്. അത് വളരെ അപകടകരമായ ഘട്ടമാണ്. അതുകൊണ്ട് ആ ഭാഗം എടുത്തിട്ടാണ് അദ്ദേഹം സ്വതന്ത്ര സമര സേനാനിയായിരുന്നു, പോരാളിയായിരുന്നു, ഈ രാജ്യത്തിന് വേണ്ടി എല്ലാവരെ പോലെയും ഭയങ്കരമായ ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ളവരാണ് എന്നൊക്കെ സംഘപരിവാർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ജയിലിൽ നിന്ന് വന്നതിന് ശേഷമുള്ള ഒരു ഊഴമുണ്ട്. ഇറങ്ങുന്നതിന് വേണ്ടി അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ മുതൽ ഇറങ്ങിയതിനു ശേഷം അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങൾ മുഴുവൻ സംഘപരിവാരത്തിന്റെ സയനിസ്റ്റ് ഹിന്ദുത്വ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള അപകടകരമായ വർഗീയവും സാമുദായികവും ദേശീയവുമായ അപകടകരമായ വർത്തമാനങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ഈ രണ്ട് ഭാഗങ്ങളെ അങ്ങനെ തന്നെ വിലയിരുത്തി പിടിക്കണം. അംഗീകരിച്ചു കൊടുക്കേണ്ട ബാധ്യത ഇന്ത്യയിലെ പൊതുസമൂഹത്തിനില്ല. RSSന് മാത്രമേ അദ്ദേഹത്തിനെ ഏറ്റെടുക്കേണ്ടതുള്ളൂ, അവതരിപ്പിക്കേണ്ടതുള്ളൂ. കാര്യങ്ങളിൽ വളരെ വലിയ വ്യക്തിത്വമായിട്ട് അദ്ദേഹത്തെ നമ്മുടെ മുമ്പിൽ പ്രകാശിപ്പിക്കേണ്ടതുള്ളൂ. അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതാണ്. ഗാന്ധിജി യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, പക്ഷെ സവർക്കർ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് തോന്നുന്നു ചിലപ്പോൾ മിക്കവാറും
അന്ന് ഗാന്ധിയുടെ അടുത്ത് വന്ന PR വർക്കർമാർ ഏറ്റവും നന്നായി വന്നിട്ടുള്ളതാണ്. ജൂയിഷ് ബ്രദേഴ്സ് എന്നാണ് പിന്നീട് ജൂയിഷ് ഫ്രണ്ട്സ്, എന്റെ ജൂത സുഹൃത്തുക്കൾക്ക് ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. വീര സവർക്കർ അവിടുന്ന് തുടങ്ങി, നരസിംഹറാവിൽ നിന്ന് തുടങ്ങി അവസാനം ഇപ്പോൾ ഫലസ്തീനിലെ ഗസയിലെ കുട്ടികളെ കൊല്ലുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ ആയുധങ്ങൾ സംഭാവന ചെയ്യുന്ന സംഘപരിവാരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ഒരു ഘട്ടത്തിലേക്ക് ഇന്ത്യ ഫലസ്തീൻ ബായ് ബായ്. ഇന്ത്യ ഫലസ്തീന്റെ കൂടെയായിരുന്നു ഗാന്ധിയുടെ കാലം മുതൽ, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന്റെ ആ 1-ാം തീയതി മുതൽ. ഞാൻ പറഞ്ഞത് ഗാന്ധിയെ കിട്ടാത്തിടത്ത് സവർക്കർ ഉപയോഗിച്ചുകൊണ്ട് അന്നത്തെ സയനിസ്റ്റ് PR വർക്കർമാർ ഇന്ത്യയെ മുന്നിൽ വെച്ചുകൊണ്ട് പിന്നീട് സയനിസ്റ്റ് താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഹിന്ദുത്വ വർഗീയതയുടെ രൂപമായിട്ടാണ് സവർക്കറെ നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിനേക്കാളെ ജയിലിൽ കിടന്ന ഒരു എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, 30 കൊല്ലം ഒരു മുസ്ലിമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെങ്ങളും ഞാനൊക്കെ പഠിക്കേണ്ടതാണ്. ഈ രാജ്യം അത്ഭുതകരമായ ഒരു ജനതയാണ് നമ്മുടെ നാട്. ഈ നാട്ടിനെ കൊണ്ട് നമുക്ക് സത്യം പറയാം, നമ്മളെ ഈ നാട് ഇന്ത്യ ലോകത്തിലെ തന്നെ അത്ഭുതകരമായ പ്രദേശങ്ങളിലൊന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത്രയും സാംസ്കാരിക വൈവിധ്യങ്ങളുള്ള, ബഹുത്വങ്ങളുള്ള, ബഹുവിധ സ്വഭാവ ശീല വിശ്വാസ ആചാര ക്രമങ്ങളുള്ള ഒരു നാട് ലോകത്ത് വളരെ അപൂർവമായിരിക്കും. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, ആസാം മുതൽ ഗുജറാത്ത് വരെ അതിന്റെ കാലാവസ്ഥ, അതിന്റെ പ്രകൃതി, അതിന്റെ ഭാഷ, അതിന്റെ സംസ്കാരങ്ങൾ ഒക്കെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഇത്രയും എവറസ്റ്റ്, ഏറ്റവും വലിയ കൊടുമുടി മുതൽ ഇന്ത്യൻ മഹാസമുദ്രം അടക്കം നിൽക്കുന്ന വലിയ അതിന്റെ ഭൂപടം അടക്കം വളരെ രസകരമാണ്. ഇന്ത്യക്ക് ചരിത്രമുണ്ട്. പഴയകാലം മുതലേ ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് ഹിന്ദു മഹാസമുദ്രം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ഇന്ത്യയും ചീനയും അതുപോലെ തന്നെ ഈജിപ്തും മെസൊപ്പൊട്ടോമിയയും ഒക്കെ ലോക നാഗരികതയിൽ പഴയ കാലത്ത് വമ്പിച്ച സ്വാധീനം ചെലുത്തിയിട്ടുള്ള, അതുകൊണ്ട് പഴയ സംവിധാനങ്ങളിലും സംഭവങ്ങളിലും ഒക്കെ ഇന്ത്യ സിന്ധു നദിയുടെ പേരിൽ നിന്നാണ് ഇന്ത്യ എന്ന പേര് വന്നിട്ടുള്ളത്. സിന്ധു എന്നാണ്, സിന്ധു നദിക്കപ്പുറമുള്ള പ്രദേശക്കാർ എന്നുള്ള അർത്ഥത്തിൽ ആണ് ഇന്ത്യയെ സിന്ധു നദിക്കപ്പുറമുള്ള, ഇതൊക്കെ ചരിത്രം പഠിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അങ്ങനെയാണ് വിളിച്ചത്. ആ സി എന്നുള്ള ഉച്ചാരണം പേർഷ്യയിലില്ല, പേർഷ്യൻ ഭാഷയിൽ ഇല്ലാത്തതുകൊണ്ട് അവർ ഹിന്ദു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഹിന്ദുവിനപ്പുറത്തുള്ള എന്ന് പറഞ്ഞാൽ സിന്ധിനപ്പുറത്തുള്ള ആ പേര് പോലും അവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. പുറത്തുനിന്ന് വന്ന പേരാണ് ഹിന്ദു എന്നുള്ളത്. സിന്ധു എന്നുള്ള പേരിൽ നിന്നാണ് ഹിന്ദു എന്നുള്ള പേര് പോലും ഉണ്ടാകുന്നത്. അപ്പോ ഇത്രയും വലിയ വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ചരിത്രമുണ്ട്, ബുദ്ധമതത്തിന് ചരിത്രമുണ്ട്, ജൈനമതത്തിന് ചരിത്രമുണ്ട്, അതുപോലെ തന്നെ ദ്രാവിഡ ചരിത്രമുണ്ട്. ഇന്ത്യക്ക് പറയാൻ കഴിയുന്ന ധാരാളം സംവിധാനങ്ങൾ, ഇതൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് മനസ്സിലാക്കേണ്ട ധാരാളം കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിനുണ്ട്. വളരെ ഗുണകരമായ വേദങ്ങളും ഇതിഹാസങ്ങളും ശ്രുതികളും സ്മൃതികളും ഋഷിമാരും ഒക്കെയായി വളരെ മനോഹരമായ ഒരു ഘട്ടം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെ വേറെ ഒരു സ്വഭാവത്തിൽ പഴുപ്പിച്ച് എന്താ പറയാ, വളരെ മലീമസമായ സ്വഭാവത്തിൽ വൈകൃതങ്ങളാക്കി ഇന്ത്യയുടെ സംസ്കാരത്തെയും അതിന്റെ പാരമ്പര്യങ്ങളെയും അതുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളെയും മാരകമായ സ്വഭാവത്തിൽ കൂട്ടുപിടിച്ച് ഇന്ത്യയിലെ സംഘപരിവാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒളിച്ചുകളികളുണ്ട്, ഇരുട്ടിലെ കളികളുണ്ട്. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിനെയും അതിന്റെ സമര ചരിത്രവും സംഗതികളും ഒക്കെ മനസ്സിലാക്കേണ്ടത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രത്യേകമായി ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തില് ഏറ്റവും വലിയ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള സമുദായം മുസ്ലിങ്ങളാണ്. 1-ാം സ്വാതന്ത്ര്യ സമര പോരാട്ടം, അതിനും ചരിത്രപരമായ കാരണങ്ങളുണ്ട്. ബ്രിട്ടീഷുകാരും സയനിസ്റ്റുകളും കൂടി പ്രോഗ്രാം ചെയ്തതായിരുന്നു ഇന്ത്യയിലെ അധിനിവേശവും അതുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും. ഇന്ത്യ വിഭജനം, ഇന്ത്യയിലെ സംഘപരിവാരത്തിന്റെ നിർമ്മിതി, RSS പോലുള്ള വളരെ അപകടകരമായ ഒരു പ്രസ്ഥാനം നിലവിൽ വരുന്നതിലൊക്കെ സയനിസത്തിന് പങ്കുണ്ട് എന്നാണ് നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. തുർക്കിയെ തകർക്കാനും ഇന്ത്യയിലെ മിഡിൽ ഈസ്റ്റിനെ തകർക്കാനും അതുപോലെ തന്നെ ഇന്ത്യ ഇസ്ലാമിക മുസ്ലിം ഭരണാധികാരികളാണുള്ളത്. ബ്രിട്ടീഷുകാരുടെ തൊട്ടുമുമ്പുള്ള ഘട്ടം 800 കൊല്ലം മുസ്ലിങ്ങളുടെ ഭരണമാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളുടെ ഭരണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ ഇസ്ലാമിക ഖിലാഫത്ത് നടക്കുന്നു തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓരോ രാജാക്കന്മാര് തമ്മിൽ തോൽപ്പിച്ച്, നമ്മളൊക്കെ പഠിക്കേണ്ട ചരിത്രം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനോഹരമായിട്ട് പറഞ്ഞു കൊടുക്കാനും കൂടി കഴിയണം. ബാബർ തോൽപ്പിച്ചത് ഏതോ ഹിന്ദു രാജാവിനെയൊന്നുമല്ല, അദ്ദേഹം മുഹമ്മദ് ഗോറിനെ തോൽപ്പിച്ചാണ് വരുന്നത്. മുഹമ്മദ് ഗോറി അറബിയൊന്നുമല്ല, അദ്ദേഹം അഫ്ഗാനിസ്ഥാനിലെ ഗോർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് മുഹമ്മദ് ഗോറി ഇങ്ങോട്ട് വരുന്നത്. ആ മുഹമ്മദ് ഗോറിയുമായിട്ടാണ് ബാബറുടെ സംഘടന നടക്കുന്നത്. ഈ മുസ്ലിം സുൽത്താൻമാരും ഹിന്ദു രാജാക്കന്മാരും അതുപോലെ തന്നെ മുസ്ലിം സുൽത്താൻമാരും ഒക്കെ തമ്മിൽ ഭയങ്കര പോരാട്ടം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ CPM-ഉം കോൺഗ്രസും BJP ലീഗും ഒക്കെ തമ്മിൽ വോട്ടിൽ മത്സരിക്കണ പോലെ അന്ന് പിന്നെ യുദ്ധം ചെയ്തിട്ടാണ് മത്സരിക്കാന്നുള്ളൂ. പറച്ചിൽ കേട്ടാ തോന്നും ബാബർ ഇവിടെ വന്നിട്ട് എന്താ ചെയ്ത് ഏതോ ഒരു ഹിന്ദു രാജാവിനെ തോൽപ്പിച്ചിട്ട് അങ്ങനെ എന്തോ പരിപാടി നടത്തി എന്നുള്ളത്. അന്നത്തെ ചരിത്രം നമ്മൾ ശരിക്കും പഠിച്ചാൽ
ആ ചരിത്രത്തിൽ ഹിന്ദു രാജാക്കന്മാരും മുസ്ലിം രാജാക്കന്മാരും ഒക്കെ രണ്ടു പക്ഷത്തും മുസ്ലിം രാജാക്കന്മാരും ഹിന്ദു രാജാക്കന്മാരും അണിനിരന്നിട്ട് ആരുടെ കൂടെയാണ് അധികാരമുള്ളതെങ്കിൽ അതിന്റെ ഭാഗത്ത് അണിനിരന്നുകൊണ്ട് തമ്മിലുള്ള പോരാട്ടങ്ങളും സമരങ്ങളും ഒക്കെ നന്നായിട്ട് നടന്നിട്ടുണ്ട്. അതൊരു ഹിന്ദു മുസ്ലിം സംഘർഷത്തിന്റെ ഭാഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതപരമായ അടിസ്ഥാനത്തിലുള്ള അധികാരം പ്രയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ചിലപ്പോ അതിന്റെ ചില അല്ലറ ചില്ലറ പ്രയോഗങ്ങളൊക്കെ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കണ്ടേക്കാം. പക്ഷെ അടിസ്ഥാനപരമായി ഒരു മതത്തിന്റെ അധികാരത്തെ പ്രയോഗിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം എന്ന രീതിയിലല്ല അന്നത്തെ രാഷ്ട്രീയ സമരങ്ങളൊന്നും നടന്നിട്ടുള്ളത്. കേരളത്തിലടക്കം എടുത്ത് പരിശോധിച്ചു എത്രകാലം സമരങ്ങൾ നടന്നിട്ടുണ്ട്. വേലുത്തമ്പി, മാർത്താണ്ഡവർമ്മയും, പഴശ്ശി രാജാവും, കോലത്തിരിയും, കൊച്ചി രാജാവും, അതുപോലെ തന്നെ ഈ ടിപ്പു സുൽത്താനെ കേരളത്തിലേക്ക് വിളിക്കുന്നത് കൊല്ലങ്കോട് രാജാവാണ്. കൊല്ലങ്കോട് രാജാവ് ഹിന്ദുവാണ്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി സാമൂതിരി പുറപ്പെട്ടപ്പോഴാണ് എന്നെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിക്കുന്നത്. കൊല്ലങ്കോട് രാജാവ് എന്തിനാണ് ടിപ്പു സുൽത്താനെ വിളിക്കേണ്ട കാര്യം? അപ്പൊ കൊല്ലങ്കോട് രാജാവിന് എന്തോ ഇസ്ലാമിനോട് ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ട് അല്ല. അന്ന് അങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയ നീക്കങ്ങൾ എന്ന് പറയുന്നത്. തമ്മില് രാജാക്കന്മാര് ഇവിടുന്ന് എന്താണ് നമ്മൾ പറയണ തിരുനാവായ മാമാങ്കം നടന്നിരുന്നല്ലോ. മാമാങ്കം ആരാ വരുന്നത്? കോലത്തിരിയും അതുപോലെ തന്നെ സാമൂതിരിയും തമ്മിലുള്ള പോരാട്ടം. അത് രണ്ടും ഹിന്ദു രാജാക്കന്മാരാ. നായർ പടയാളികൾ ചാവേറുകളായി ഇറങ്ങി വന്നിട്ട് സാമൂതിരിയോട് പോരടിച്ച് ഭയങ്കരമായ പോരാട്ടം നടക്കുന്നുണ്ട്. അന്ന് കോലത്തിരിക്ക് വേണ്ടി ചാവേറുകൾ അണിനിരക്കുന്നത് മുസ്ലിം ഗുരുക്കന്മാരായിരുന്നു. സാമൂതിരിയുടെയും ഭാഗത്ത് ഇഷ്ടം പോലെ മുസ്ലിം അങ്ങാട്ട് വലിയ കുഞ്ഞാലി മുസ്ലിയാർ അടക്കമുള്ള വലിയൊരു സംവിധാനങ്ങളൊക്കെ പഴയ നർമ്മത്തിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അത് മുതൽ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഇവരുടെ ഒന്നും പോരാട്ടത്തിന് അടിസ്ഥാനപരമായും മതമായിട്ടൊന്നും വലിയ ബന്ധങ്ങളില്ല. നമ്മളറിയാത്ത രീതിയിൽ നിങ്ങളും ഞാനൊന്നും അറിയുന്നുണ്ടാവില്ല. സോഷ്യൽ മീഡിയ, ധാരാളം പ്രസിദ്ധീകരണങ്ങൾ, ധാരാളം ലഘുലേഖകൾ, വളരെ സ്വകാര്യമായ സന്ദർശനങ്ങൾ, സംഭാഷണങ്ങളൊക്കെ ഇവിടുത്തെ ഹൈന്ദവ പിന്നോക്ക വർഗ ആദിവാസികൾ അടക്കമുള്ള കുടുംബങ്ങളിലേക്കൊക്കെ കയറി ചെന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ഇന്ത്യയിലെ മുസ്ലിമീങ്ങളും ഇന്ത്യയിലെ യുദ്ധങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളാണെങ്കിലോ മുസ്ലിം സമുദായമാണെങ്കിലോ ഈ നാട്ടിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഈ മുസ്ലിമീങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക്, അതിഗംഭീരമായ പങ്ക്, ഇതുമായി വന്ന കിറ്റ് ഇന്ത്യ, ഇൻകിലാബ് സിന്ദാബാദ് തുടങ്ങുന്ന മുദ്രാവാക്യങ്ങൾ പോലും കൊണ്ടുവന്ന് വെച്ചത് മുസ്ലിങ്ങളായിരുന്നു എന്നുള്ളതാണ്. ഒക്കെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു. മുസ്ലിങ്ങളെ മാത്രമാണ് നടത്തിയത് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ മനോഹരമായി ഹിന്ദു മുസ്ലിം ഐക്യം ഒരുമിച്ച് ചേർന്ന് ചെങ്കോട്ട മുതൽ നമ്മുടെ കൊച്ചു കേരളത്തിലടക്കം കോഴിക്കോടടക്കം ഹിന്ദു മുസ്ലിം സമൂഹങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബ്രിട്ടീഷുകാരെയും വിറപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായ രീതിയിലുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ഇന്ത്യയിലെ പൊതുസമൂഹം നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും നിർണായകമായ പങ്ക് മുസ്ലിം സമുദായത്തിനുണ്ടായിരുന്നു. അതിന്റെ രാഷ്ട്രീയപരമായ കാരണം അന്നത്തെ ലോക സമ്പദ്ഘടനയിൽ നിർണായകമായ പങ്കുണ്ടായിരുന്നത് മിഡിൽ ഈസ്റ്റിനും ഇറ്റലി അതുപോലെ തന്നെ തുർക്കിക്കും ഇന്ത്യയിലെ മുഗള അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടം മുസ്ലിം ഭരണകൂടങ്ങൾക്കുമായിരുന്നു. ഇതിനെ തകർക്കുക എന്നുള്ളത് സയനിസത്തിന് വേണ്ടി അന്നു മുതൽ വർക്ക് ചെയ്ത ബ്രിട്ടന്റെയും വളരെ പ്രധാനപ്പെട്ട പദ്ധതികളുടെ ഭാഗമായിരുന്നു. അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ബാക്കി കളികളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങളോടായിരുന്നു ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും വലിയ പകയും വിദ്വേഷവും ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ നമ്മളെ ഗോൾവാൾക്കർ അടക്കമുള്ള ഈ ഹെഡ്ഗവർ അടക്കമുള്ള ഒരു സവർക്കർ അടക്കമുള്ളവർ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മുൻപ് ജയിലിന്റെ മുമ്പാണ് ആ സംഭവങ്ങൾ നടക്കുന്നത്. ജയിലിന് ശേഷം ബ്രിട്ടീഷുകാർക്കെതിരെ എന്തെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി നമുക്ക് അവരെ കാണാൻ പറ്റില്ല. ഇവരുടേതായ എതിർത്തിൽ ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് സയനിസ്റ്റുകൾ ചെയ്യുന്നത് പോലെ ദേശീയതയെ വംശീയതയെ നന്നായി വേവിച്ച് അതിന്റെ പിന്നാമ്പുറങ്ങളിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പണിയെടുക്കുന്ന പ്രവർത്തനം, ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുക്കുന്ന നിലപാടുകൾക്കാണ് അവർ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു ചരിത്രത്തിന്റെ മുമ്പിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഇന്ത്യ വിഭജിക്കപ്പെട്ടു, ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ ആയിട്ട്. അതിന്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോകണില്ല. വളരെ മാരകമായ പ്രഹരമാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്കും ഈ രാജ്യത്തിനൊക്കെ അതിലൂടെ ഏറ്റിട്ടുള്ളത്. ഈ രാജ്യത്തിന് തന്നെ പൊതുവെ ഇന്ത്യൻ സമൂഹത്തിന് തന്നെ, രണ്ടാമത്തെ മുസ്ലിങ്ങൾക്കോ എന്റെ ഒരു പുനർവായന വേറൊരാൾ നടത്തിയിട്ടുണ്ട്. വളരെ കുറച്ച് ഭാഗം കൊടുത്തിട്ട് മുസ്ലിങ്ങളെ എന്ന് പറഞ്ഞാരുടെ വളരെ കുറഞ്ഞ ഇന്ത്യയുടെ ഏറ്റവും കുറഞ്ഞൊരു ഭാഗം കൊടുത്തിട്ട് ഓഹരി വെക്കുമെന്നാ പിന്നെ എല്ലാം പകുതി ആക്കണ്ടേ? അങ്ങനെയല്ലല്ലോ അത് സംഭവിച്ചത്. ബ്രിട്ടീഷുകാരന്റെ അതിസാമർത്ഥ്യം വളരെ ചെറിയ ഒരു പ്രദേശം മുറിച്ചു വെച്ചിട്ട് എന്നിട്ടോ അതിന്റെ എല്ലാ പാപഭാരവും കാലാകാലം നമ്മൾ ഏറ്റെടുക്കണം. സംഘപരിവാരത്തിന്റെ ബുദ്ധിയിൽ നിന്നും സയനിസത്തിന്റെ ബുദ്ധിയിൽ നിന്നും ബ്രിട്ടീഷുകാരന്റെ ബുദ്ധിയിൽ നിന്നുമാണ് വിഭജനം ഉണ്ടായിട്ടുള്ളത്. ആ വിഭജിക്കുന്ന നിർബന്ധിതമായ സാഹചര്യങ്ങളിലേക്ക് ഇന്ത്യയിലെ സംഭവ വികാസങ്ങളെ കൊണ്ടുചെന്നെത്തിക്കാൻ ഈ മുക്കൂട്ട് മുന്നണി കഠിനമായ പ്രയത്നം ചെയ്തിട്ടുണ്ട്. ആ അവസ്ഥയിൽ നിന്നാണ് മുസ്ലിങ്ങളിലെ ചിലർ വിഭജിക്കണം എന്ന് പറഞ്ഞത്. അന്ന് മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ജമിയത്തുൽ ഉലമാ ഹിന്ദ്, ജമാഅത്തെ ഇസ്ലാമിയുടെ സയ്യിദ് അബുൽ അല മൗദൂദി, അബുൽ കലാം ആസാദ് തുടങ്ങുന്ന പണ്ഡിതന്മാരൊന്നും ഇന്ത്യ വിഭജനത്തെ ഈ അർത്ഥത്തിൽ അംഗീകരിച്ചവരായിരുന്നില്ല. കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രസ്ഥാനമായിരുന്നു ജമിയത്തുൽ ഉലമാ ഹിന്ദ്.
അവരന്ന് ഇന്ത്യ വിഭജനം അംഗീകരിച്ചിട്ടില്ല. അബുൽ കലാം ആസാദൊക്കെ വളരെ വിഷമത്തോടു കൂടിയാണ് അതിനെ നോക്കിക്കണ്ടിട്ടുള്ളത്. കാരണം ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് വളരെ എല്ലാവരും ഇതിൽ അംഗീകരിച്ചവരാ. പക്ഷേ ആ സംഭവങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ഘടനയിലേക്കും അവസ്ഥയിലേക്കും എത്തിയതോടുകൂടി ഈ രാജ്യം വിഭജിക്കപ്പെടുക എന്നുള്ളതും സംഭവിച്ചു. വിഭജിച്ച് ഈ രണ്ട് അയൽപക്ക രാഷ്ട്രങ്ങളുമായിട്ടുള്ള, പക്ഷെ അതൊന്നും ഏഷ്യണല്ലോ കേട്ടോ. ജെൻസി അതിനൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സമരം നടക്കുമ്പോൾ ഓട്ടോറിക്ഷയിലെ സാധനങ്ങളൊക്കെ നിങ്ങൾ തെറിച്ചില്ലേ, നിങ്ങൾക്ക് ഇവിടുന്ന് പൈസ ഞങ്ങൾക്ക് പാകിസ്ഥാനിൽ വന്നിട്ടുണ്ട്, ഞാൻ അമേരിക്കയിൽ നിന്ന് വരാൻ പോകുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷ പറയണോ ചോദിച്ചു എന്റെ പത്രക്കാരി എന്നിട്ട് വിദ്യാർത്ഥികളോട് ചോദിക്കുമ്പോൾ വളരെ മനോഹരമായി വലിയ പ്രത്യാഘാതങ്ങൾ സംഗതി നമുക്കിപ്പോ വീടിയിരിക്കുമല്ലോ. പാകിസ്ഥാനിൽ നിന്ന് വരുന്നു, ബംഗ്ലാദേശിൽ നിന്ന് വരുന്നു, ഖത്തറിൽ നിന്ന് വരുന്നു, അമേരിക്കയിൽ നിന്ന് വരുന്നു, അങ്ങനെയൊക്കെയാണ് സമരത്തിനെ കുറിച്ച് പറഞ്ഞത്. അവസാനം ആ വിദ്യാർത്ഥികൾ വളരെ മനോഹരമായി പോലീസുകാർ അടിക്കാൻ വരുമ്പോൾ നിന്നെടുത്തിട്ട് വെള്ളം കുടിച്ചിക്കണോ, നിങ്ങൾക്ക് ചൂടെടുക്കണ്ടോ, മിന്നിത്തരണോ എന്നൊക്കെ ചോദിച്ചിട്ട് സമരത്തിന്റെ പ്രയോഗത്തിൽ ഇന്ത്യ പഴയകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധിജി നയിച്ചതുപോലുള്ള ഖിലാഫത്ത് പ്രസ്ഥാനങ്ങളൊക്കെ നയിച്ചതുപോലുള്ള വളരെ രസകരമായ ഒരു പുതിയ സമരത്തിന്റെ ഫോർമുല പോലും ഇത്രയും കാലത്ത് ഇത്രയധികം വെള്ളം കുടിച്ചിട്ടുള്ള, ഉപ്പിട്ട് വെള്ളം കുടിച്ച വേറെ സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ആ ഇരുട്ടിൽ തന്നെയാണ് അവര് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് നമുക്കൊരു ചരിത്രമുണ്ട്. ഈ രാജ്യത്തിന്റെ പോരാട്ടത്തിലും ഇതന്തര സ്വാതന്ത്ര്യ സമരത്തിലും ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ വൈകാരിക തലങ്ങളിലേക്ക് നമ്മളിപ്പോ പോയിട്ടില്ല. വ്യക്തികളെയും പണ്ഡിതന്മാരെയും പ്രസ്ഥാനങ്ങളെയും ഒക്കെ പഠിച്ചാൽ ധാരാളം ഖുത്ബകളിൽ നമുക്കത് പറയാൻ പറ്റും. ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ വഹിച്ചിട്ടുള്ള ത്യാഗങ്ങൾ, അതിന് നൽകിയിട്ടുള്ള സംഭാവനകൾ, കൂടുതൽ സ്വാതന്ത്ര്യ സമരത്തിന് അംഗീകരിക്കപ്പെട്ട പോരാളികൾ 16,000 അതിൽ ഭൂരിപക്ഷം മുസ്ലിമീങ്ങളാണ്. ഡൽഹി ഗേറ്റുമല, ബോംബെ ഗേറ്റുമലൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഭൂരിപക്ഷവും മുസ്ലിങ്ങളുടെ പേരുകളാണ്. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്രത്തിൽ ഈ രാജ്യത്തിന് വേണ്ടി ബലിദാനികളായിട്ടുള്ള, ഷഹീദുകളായിട്ടുള്ള, രക്തസാക്ഷികളായിട്ടുള്ളവർ ഭൂരിപക്ഷം മുസ്ലിങ്ങൾ. പക്ഷെ മുസ്ലിങ്ങൾ മാത്രമാണ് രക്തസാക്ഷികൾ നമ്മൾ വിചാരിക്കേണ്ടതില്ല, പറയേണ്ടതില്ല. ഈ രാജ്യത്തിലെ എല്ലാ മനുഷ്യരും അതിൽ നിർണായകമായ പക്ഷെ നമ്മള് ഇതറിയാതെ എന്നോട് നിങ്ങളോടൊപ്പം വന്നേ വാതര പാടാണെന്ന് പറഞ്ഞിട്ട് എഴുതിട്ട് നിൽക്കാൻ പറയും, എന്താ ഇപ്പൊ പാടിയാലേ എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന നമ്മള് ഖുർആൻ നേരത്തെ പറഞ്ഞ പോലെ ഖുർആനിലെ സൂറത്തുൽ ബലദ്, നാട് എന്നാണ് അധ്യായത്തിന്റെ പേര് തന്നെ. സൂറത്തുൽ ബലദ്, നാട്. മക്കയെ കുറിച്ചാണ് ആയത്ത് സൂറത്തൊക്കെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാട്ടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. വഅൻത ഹല്ലും ബിഹാദൽ ബലദ്, റസൂലിനോട് അള്ളാഹ് പറയണം, നീയും ഈ നാട്ടിൽ സ്വതന്ത്രനാണ്, നീയും ഈ നാട്ടിൽ സ്വതന്ത്രനാണ്. ഹലാല്, ഇല്ല്, അതുപോലെ തന്നെ തഹല്ലുല് എന്നൊക്കെയുള്ള വാക്ക് അതിനാണ് ഉണ്ടായിട്ടുള്ളത്. അനുവദനീയമാക്കപ്പെട്ടവനാണ്, സ്വതന്ത്രനാക്കപ്പെട്ടവനാണ്, എല്ലാവർക്കുമുള്ള അവകാശമുള്ളവനാണ് നീയും. നിന്നെക്കാൾ അവകാശം വേറെ ആർക്കുണ്ട് എന്ന് ഒരു തെറ്റിദ്ധാരണ നിനക്ക് ഉണ്ടാവേണ്ട കാര്യമല്ലേ? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമം ഈ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒന്നിലും മനോഹരമായ ഒരു ദൗത്യം നിർവഹിച്ചിട്ടില്ലാത്ത ആ സംഘം ഇന്ന് മുസ്ലിങ്ങളെ പ്രതിസ്ഥാനത്ത് വെച്ചിട്ട് വിഭജനത്തിന്റെ മറവിലും ചെലവിലും ഒളിഞ്ഞു നിന്നുകൊണ്ട് ഇന്ത്യൻ മുസ്ലിമീങ്ങളാണ് ഈ രാജ്യത്തിന്റെ ശത്രു എന്ന രീതിയിൽ, നിങ്ങൾക്ക് രാജ്യസ്നേഹമില്ല, നിങ്ങൾ ഈ രാജ്യക്കാരല്ല, രാജ്യസ്നേഹം ചോദിക്കുക ഇവരാരാ? ഓരാരാ നമ്മളോട് രാജ്യസ്നേഹം ചോദിക്കാൻ? അവർക്ക് നമ്മളെക്കാൾ എന്താണ് അധികം പറയാനുള്ളത്? നമ്മളും അവരൊക്കെ തുല്യരാണ്. അവർക്ക് എന്തുണ്ടോ അത്ര തന്നെ നമുക്ക് അവകാശം ഈ രാജ്യത്തുണ്ട്. ഖുർആൻ അതാ പറഞ്ഞത്. അബൂജഹലിനുള്ള അവകാശം, അബൂലഹബിനുള്ള അവകാശം, വലീദ് ഇബ്നു മുഗീറക്കുള്ള അവകാശം, അബൂ സുഫിയാനുള്ള അവകാശം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മക്കയിലുണ്ട്. അതുപോലെ തന്നെ അബൂബക്കറിനുണ്ട്, ബിലാലിനുണ്ട്, അമ്മാറിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അമ്മാതിരി ചോദ്യമായിട്ടൊന്നും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. വലത് വലത് ഓല വാപ്പാര് മാത്രം ഇവിടെ, ഓല മക്കളെ മാത്രം ഒരു മാത്രമാണ് ഇവിടെ ജനിച്ചുണ്ടായത്. വലത് വാപ്പാനെ കൊണ്ടും മക്കളെ കൊണ്ടും. ഞാൻ മുമ്പ് പറഞ്ഞത് എനിക്ക് ഓർമ്മല്ല, നമ്മുടെ NRC ഒക്കെ പരിശോധിക്കുന്നുണ്ടല്ലോ, വാപ്പാന്റെ വാപ്പ ഇവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേക മാൻഡേറ്റ് വെക്കേണ്ട കാര്യമില്ല. ഏറ്റവും ആദ്യത്തെ വാപ്പ എവിടുന്നാണ് വന്നതെന്നുള്ളത് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ അവരായിരിക്കും ആദ്യത്തെ വിദേശികള്. അപ്പൊ ആദ്യം വന്നവർ ആദ്യം പോകും, അവസാനം വന്നവരെ അവസാനം പോകേണ്ടവരുള്ളൂ. അല്ല, അവസാനം വന്നവർ ആദ്യം പോട്ടെ, ആദ്യം വന്നവരെ കാലാകാലം ഇവിടെ താമസിക്കണം എന്നുള്ള മാൻഡേറ്റ് വെച്ചിട്ട് എന്തിനു കളിക്കണം? അതൊക്കെ ഒരു തട്ടിപ്പാ. അല്ല അതും പറയും, ലോവാലിദിമ്പമാ വലത്, പാപ്പാനെ കൊണ്ടും മക്കളെ കൊണ്ടും സത്യം. എന്നിട്ട് പിന്നെ ഒരു വർത്താനം അല്ല പറയാ, ലഖദ് ഖലഖൽ ഇൻസാന ഫീ കബദ്. മനുഷ്യന്മാരെ കുറച്ച് പ്രയാസത്തിൽ തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. നിങ്ങളാരും അങ്ങനെ എളുപ്പത്തില് വ്യക്തിപരമായി, സംഘടനാപരമായി, സാമൂഹികമായി, അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടൊക്കെ ഒരു പ്രയാസവും കയറി ഇറങ്ങാതെ നിങ്ങളാണ്ട് തടി രക്ഷപ്പെടുത്തി കളയാം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് വ്യക്തികളോടുള്ള വർത്തമാനമാണ്, പ്രസ്ഥാനങ്ങളോടുള്ള വർത്തമാനമാണ്. ആശയങ്ങളെയും ദർശനങ്ങളെയും അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളും ഒക്കെ നിർവഹിക്കുന്ന എല്ലാവരോടുമുള്ള ഖുർആന്റെ കൽപ്പന വേണം. നിങ്ങൾ വിചാരിക്കണം, നമുക്കെന്നെ അറിയാലോ, ലളിതമായിട്ട് നമുക്കറിയാം, നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ധാരാളം വിഷമങ്ങളിലൂടെ നമ്മൾ വീട്ടിൽ ചെന്ന വിഷമങ്ങളുണ്ട്, കുടുംബത്തിൽ ചെന്ന വിഷമങ്ങളുണ്ട്, സ്ഥാപനത്തിൽ ചെന്ന വിഷമങ്ങളുണ്ട്, മനുഷ്യരായിട്ട് ഇടപെടുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട്. നമുക്ക് തന്നെയുള്ള ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ധാരാളം ദൗർബല്യങ്ങൾ നമ്മുടെ മേലെ കൂടെ ധനം പ്രതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വിയർക്കുക, തലവേദന വരിക,
അതുപോലെ തന്നെ പനി വരെ, ജലദോഷം ഒക്കെ ചെറിയ കേസ്, അതിന്റെ അപ്പുറം ഉള്ളതൊക്കെ വരുന്നുണ്ട്. ഒരു മനുഷ്യനെ അങ്ങനെ ഭയങ്കരമായിട്ട് ടാക്സ് കൊടുക്കാതെ നേരെ പോകാൻ പറ്റുന്ന ഒരു സ്ട്രൈറ്റ് ഹൈവേയിൽ ഞാൻ ആരെയും വെച്ചിട്ടില്ല. നിങ്ങളൊക്കെ നന്നായിട്ട് കയറോ ഇറങ്ങുകയും കഷ്ടപ്പെടുകയും ഇടങ്ങാറാവുകയും പ്രയാസപ്പെടുകയും ഒക്കെ വേണ്ടി വരും. എന്നിട്ട് അള്ളാഹ് ചോദിക്കുക, എന്താ വിചാരിച്ച് അന്നെ നോക്കാൻ വേറെ ആരുമില്ല എന്ന് വിചാരിച്ചോ? നീ മാത്രമാണ് കെങ്കേമെന്ന് വിചാരിച്ചോ? വെറുതെ സ്വന്തമായിട്ടുണ്ടായി, നീ തന്നെ നിന്റെ കാര്യങ്ങളവിടെ നടത്തി, നിന്നെ കൊണ്ടന്നെ നിന്റെ കാര്യങ്ങളൊക്കെ നീ നിർവഹിച്ച് വളരെ സുഖസുന്ദരമായിട്ട് പോകുന്നു വിചാരിച്ചിട്ടുണ്ട്. അള്ളാഹു ഉറപ്പ് എനിക്ക് നിങ്ങൾക്ക് അറിയാം. പറന്നു വീണ ഉമ്മ മാറിടത്തിലേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ ഒരു അമ്മിഞ്ഞ പോലെ പോലും കുടിക്കാൻ കരുത്തില്ലാത്ത ദൗർബല്യത്തിലും നിസ്സഹായതയിലുമാണ് ഈ കുട്ടി പറന്നു വീഴുന്നത്. എനിക്ക് പാല് വേണമെന്ന് ചോദിക്കാനുള്ള ഭാഷ പോലും ഇല്ലാതെയാണ് അവന് പറന്നു വീഴുന്നത്. ഉമ്മയുടെ കാരുണ്യം അതിന്റെ ഹൃദയത്തിൽ അള്ളാഹ് നിക്ഷേപിച്ചത് കൊണ്ട് ഇതിനെ എടുക്കണമെന്നും മാറോടണക്കണമെന്നും ഇതിനെ പാലൂട്ടണമെന്നും ഉമ്മയുടെ ജനിതക വികാരത്തിൽ അള്ളാഹ് നിക്ഷേപിച്ചു വെച്ചത് കൊണ്ട് മാത്രം ഇതൊക്കെ അള്ളാഹ് ചെയ്ത പ്രോഗ്രാമാണ്. ഇതിലൊന്നും നിങ്ങൾക്ക് പങ്കില്ലേ, എനിക്കും നിങ്ങൾക്കും പങ്കില്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ഓരോ ചെറിയ എല്ലാ ഘട്ടങ്ങളും കൂടെ എടുത്ത് പരിശോധിച്ച് നോക്ക്. കയറി ഇറങ്ങി ധാരാളം പടികൾ നിങ്ങൾ കയറും, വ്യത്യസ്തമായ പടികൾ കയറിയും ഇറങ്ങിയും നിരങ്ങിയും ഒക്കെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് മനുഷ്യനെ വെച്ചിട്ടുള്ളത്. അന്നെ നോക്കാൻ ആരുമില്ല എന്ന് നീ വിചാരിച്ചോ? ഇജന്നെയാണ് സ്വന്തം കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്ന് അള്ളാഹ് പറയണ അങ്ങനെയല്ല. നിന്നെ കൈകാര്യം ചെയ്യാനും നിന്നെ നോക്കാനും ഒക്കെ വരെ. ഇത് എന്തിനാ അള്ളാഹ് പറയണമെന്ന് അറിയോ? അബൂലഹബിനോടോ അബൂജഹലിനോടോ ഒക്കെ ഉള്ള വർത്താനാണ്. കോർപ്പറേറ്റ് ഭീമന്മാരോടും കള്ളക്കളി നടത്തുന്ന ഉദ്യോഗസ്ഥനോടും കള്ളത്തരം നടത്തുന്ന മീഡിയയോടൊക്കെ ഉള്ള അള്ളാഹ് വർത്താനാ. നിങ്ങളെന്താ വിചാരിച്ചത്? നിങ്ങളാണ്ട് കാര്യങ്ങൾ നടത്തി നിങ്ങളാ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാം പ്രോഗ്രാം ചെയ്ത് കാര്യങ്ങൾ വിജയിക്കും. അങ്ങനെയാണെങ്കിൽ ജൻസി കൂറ്റ് തുന്നം പാടേണ്ടി ഇവര് ഉള്ളിൽ കളിക്കുകയൊക്കെ ചെയ്യട്ടോ ഗവൺമെന്റ്. പക്ഷെ എന്നാലും പുതിയ തലമുറ അതിനെ പൊളിച്ചെടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അള്ളാഹ് പറഞ്ഞത് നിങ്ങളെ വേറെ ആരും നോക്കാനും ഇരിക്കാനും കൈകാര്യം ചെയ്യാനും ഇത് നമ്മൾ വ്യക്തികളും അങ്ങനെ ധാരണയെ കൊടുക്കണ്ട. ഞാൻ സർവതന്ത്ര സ്വതന്ത്രനാണ്, ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യവും നടക്കും, ഞാൻ ഉദ്ദേശിക്കുന്നതൊക്കെ ചെയ്തുകൊണ്ടേ ഞാൻ പോവുള്ളൂ. നമ്മൾ വീഴും. ഇന്നലെ നമ്മുടെ നോക്കട്ടെ, അതിലേക്ക് നമുക്ക് കടന്നു പോകണല്ലോ. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ അങ്ങനത്തെ ഒരു പരിസ്ഥിതി ഉണ്ട്. അവന് എന്നിട്ട് അള്ളാഹ് പറയണം, എനിക്ക് ഒക്കെ തൊന്നില്ലേ ഞാൻ അലം നജഅലഹു അതിനെ കണ്ണെന്നതാരാ വലിസാനൻ നിന്റെ ചുണ്ട് എന്നതാരാ, നാവ് എന്നതാരാ, വശഫതയിൽ ചുണ്ടുകൾ എന്നതാരാ. അതിനൊക്കെ ശാസ്ത്രീയമായിട്ട് വേറെ കുറെ അടിസ്ഥാനങ്ങളുണ്ട്. പല സമയത്ത് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. നിന്റെ പുറത്തേക്കുള്ള ബന്ധത്തിന്റെ ഏറ്റവും അടിസ്ഥാനങ്ങളിൽ ഒന്നാണ് കണ്ണും കാതും എന്ന് പറയുന്നത്, കാണുക കേൾക്കുക എന്ന് പറയുന്നത്. നിനക്ക് കണ്ണാരാ തന്നത്? അലം നജഅലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. നിന്റെ ആശയ പ്രകടനത്തിന്റെ അവതരണത്തിന്റെ നിന്റെ മനസ്സിന്റെ വികാര വിചാരങ്ങളെയൊക്കെ പ്രതിഫലിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന സംസാരിക്കാൻ കഴിയുന്ന ചുണ്ടും നാക്കുമൊക്കെ നിനക്ക് തന്നത് ആരാണ്? വികാര വിചാരങ്ങൾ മുതൽ സങ്കടങ്ങളും സംഘർഷങ്ങളും ഒക്കെ നമ്മൾ പ്രകടിപ്പിക്കുക വാക്കുകളിലൂടെയാണ്. നമ്മുടെ ചുണ്ട്, മനുഷ്യന്റെ വ്യക്തിത്വം തന്നെ അവന്റെ ചുണ്ടിലാണെന്ന്. ചുണ്ട് മറച്ചാൽ പിന്നെ അവൻ ആളെ മനസ്സിലാക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇപ്പൊ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ വണ്ടി കയറിയിട്ട് ഇത് ഊത്തിയിട്ടിട്ട് പോണത്. ട്രെയിനിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ആളെ തിരിയില്ലല്ലോ. ഇതാണ് പൂട്ടി കഴിഞ്ഞാൽ പിന്നെ ആളെ മനസ്സിലാവില്ല. അങ്ങനെ ഇരുന്നാൽ മതി. ചുണ്ട് വലിസാരം വശഫതൈൻ, നാക്കും ഇതൊക്കെ ഞാൻ തന്നില്ലേ എന്നിട്ട് പറയുന്നതാണ് അതിന്റെ വർത്താനം. വഹദൈനാഹു നജ്ദൈൻ. രണ്ട് വഴിയുണ്ട്. സംഘപരിവാരത്തിന്റെ ഒരു വഴിയുണ്ട്. കൊള്ളത്തരത്തിന്റെയും കാപട്യത്തിന്റെയും അക്രമത്തിന്റെയും ചതിയുടെയും തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും വളരെ അപകടകരമായ ഒരു വഴിയുണ്ട്. അതിനപ്പുറം വേറൊരു വഴിയുണ്ട്. നന്മയുടെ, ശരിയുടെ, നീതിയുടെ, സത്യത്തിന്റെ, പോരാട്ടത്തിന്റെ, അവകാശ സംരക്ഷണത്തിന്റെ വേറൊരു വഴിയുണ്ട്. അള്ളാഹ് പറയണതൊക്കെ അബൂജഹലിന്റെ ഒക്കെ വഴിയുണ്ട്. മുഹമ്മദ് മുസ്തഫ തിരുമേനിയുടെയും അബൂബക്കർ സിദ്ദീഖിന്റെയും ഒരു വഴിയുണ്ട്. ഇബ്രാഹിം നബിയുടെ ഒരു വഴിയുണ്ട്. നമ്രൂദിന്റെ ഒരു വഴിയുണ്ട്. നമ്രൂദിന്റെ വഴി, ഫറോവയുടെ വഴി, എല്ലാ വഴിയും ആലോചിച്ചോ. രണ്ട് വഴി. ഈ രണ്ട് വഴി നിങ്ങൾ മുമ്പിൽ വെച്ചിട്ട് ഈ രണ്ടിലൊരു വഴിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാവുക. ഏതാണ് നിങ്ങളത്? വ്യക്തി എന്നുള്ളവർക്ക് എന്നെ കൃത്യപ്പെടുത്തണം നമ്മള്. അതായ ഇൻസാൻ, മനുഷ്യ വ്യക്തി എന്നുള്ള നിലക്കാണ് നമ്മളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അള്ളാഹ് സംസാരിക്കുന്നത്. ഈ എന്നെ ഉറപ്പാക്കണം ഏത് വഴിയിലാണ് നീ നിൽക്കുന്നത്, ആരുടെ പക്ഷത്താണ് നീ നിൽക്കുന്നത്. എന്നിട്ട് അള്ളാഹ് പറയണം ഫലക്കത്തഹമല്ലഖബ, നിങ്ങൾ കേറണില്ല, പ്രയാസകരമായ വഴികളിലേക്കൊന്നും നിങ്ങൾ കയറി പോണില്ല. മതക്കാര്, രാഷ്ട്രീയക്കാര്, ഉദ്യോഗസ്ഥന്മാര്, പൊതുസമൂഹം, ഞാന്, നിങ്ങള് ഒക്കെ കാണുന്നവർ, കേൾക്കുന്നവർ, ആസ്വദിക്കുന്നവർ, അതിന്റെ വേറൊരർത്ഥത്തിൽ വിശകലനം ചെയ്യുന്നവരായിട്ട് മാറുന്നു എന്നുള്ളതല്ലാതെ ഫലക്കത്തഹമല്ലഖബ ഏറ്റവും പ്രയാസകരമായ ഒരു വഴി. അഖബ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഖബ ഉടമ്പടിയുണ്ട്, ജംറത്തുൽ അഖബയുണ്ട്. അതുപോലെ തന്നെ ഓരോ അഖബയും ഈ അഖബയുണ്ട്. അഖബ കയറണം നിങ്ങൾ, പ്രയാസകരമായ വഴിയിലേക്ക് നിങ്ങൾ കയറണം. എന്താണത്? ഇരടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുക്കണം, വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ
ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം എന്താണെന്നുള്ളത് വേറെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഒരിക്കൽ വിശദീകരിക്കാം. ഈ ഭാഗം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ മർമ്മം സ്വാതന്ത്ര്യത്തിനാണല്ലോ. എന്താണ് സ്വാതന്ത്ര്യം, എവിടെയാണ് സ്വാതന്ത്ര്യം, എത്രത്തോളമാണ് സ്വാതന്ത്ര്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വ്യക്തിക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ വഴി, നിങ്ങൾ ഏറ്റവും പ്രയാസകരമായ വഴി എന്ന് പറയുന്നത് മനുഷ്യന്റെ പിരടികൾക്ക് സ്വാതന്ത്ര്യം നൽകാൻ നിങ്ങൾ നടത്തുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം, സാമ്പത്തിക സ്വാതന്ത്ര്യം, സാമൂഹിക സ്വാതന്ത്ര്യം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, വിശ്വാസ സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം, സാമൂഹിക സ്വാതന്ത്ര്യം, ഇതൊക്കെ അങ്ങനെ പഠിക്കണം നമ്മള്. വ്യക്തികൾക്ക്, സമൂഹത്തിന് തുല്യതയും ആ അവകാശവും വകവെച്ചു കൊടുക്കുന്ന നീതിയുടെയും സത്യത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള എല്ലാവർക്കും തുല്യ പരിഗണന നൽകുന്ന അങ്ങനെ വ്യക്തികൾക്ക് അവകാശവും സംരക്ഷണവും ഒക്കെ ലഭിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ടത്തിലേക്ക് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ പ്രവേശിക്കുന്നില്ല? എന്നിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അവസാനിപ്പിക്കാം. സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോരാടണം. നിങ്ങളുടെ രക്തത്തിന്റെ ജീവന്റെ സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ പോരാടണം. നിങ്ങളുടെ ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ പോരാടണം. നിങ്ങളുടെ സമൂഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ പോരാടണം. ബ്രിട്ടീഷുകാരൻ പറയുന്നിടത്തൊക്കെ ഇന്ത്യ വഴങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ ഇന്ത്യ സ്വതന്ത്രമായിരുന്നു. ഒരു പറയണതാണ് അന്നത്തെ ഭരണകൂടം അവരാണ്. അതുകൊണ്ട് ഭരണകൂടം പറയുന്നത് കേൾക്കണം. ഭരണകൂടം പറയുന്ന എല്ലാ തിട്ടൂരങ്ങളും ധർമാധർമ്മ വ്യത്യാസങ്ങളില്ലാതെ, നീതിന്യായങ്ങൾ പരിഗണിക്കാതെ, ശരിതെറ്റുകളുടെ പക്ഷങ്ങൾ നോക്കാതെ, അധികാരത്തിന്റെ ആർത്തി കൊണ്ട് അപകടകരമായ രീതിയിൽ അതിനെ പ്രയോഗിക്കുന്നവർക്ക് തല താഴ്ത്തി കൊടുക്കലും അതിന് കുമ്പിട്ട് വണങ്ങലൊന്നുമല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതൊന്നും അള്ളാഹ് റസൂല് അംഗീകരിച്ചിട്ടില്ല, അള്ളാഹ് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ രക്തത്തിനും നിങ്ങളുടെ ജീവനും നിങ്ങളുടെ ആദർശവും മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ് അവന്റെ വിശ്വാസവും അവന്റെ അംഗീകാരവും അവന്റെ സംവിധാനം. പക്ഷെ അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നുമില്ലാതെ എനിക്കെന്തോ ശരിയായിട്ട് പറയാനുള്ള സ്വാതന്ത്ര്യം, അതാണ് ലോകത്തെ വേണ്ടത്. അതിനാണ് സ്വാതന്ത്ര്യം വേണ്ടത്. അതല്ലാതെ തെറ്റുകൾ വിളിച്ചു പറയാനും അധർമ്മത്തിന്റെ സംരക്ഷകരാകാനുമുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. മറിച്ച് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം. ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുക. പറഞ്ഞതിന് ചുരുക്കം എന്താണെന്ന് വെച്ചാല് യഥാർത്ഥത്തിൽ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ, കർഷകർ, ഈ നാട്ടിലെ പിന്നോക്കക്കാർ, ദലിതുകൾ, ന്യൂനപക്ഷങ്ങൾ പുതിയ ഒരു സ്വാതന്ത്ര്യത്തിന്റെ വേണ്ടിയുള്ള വിമോചന നിലപാടുകളിലേക്ക് വ്യക്തികൾ എന്നുള്ള നിലക്ക് ആഗസ്റ്റ് 15 മുന്നിൽ വെച്ചിട്ട് ആലോചിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഇത് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ പറയാനെങ്കിൽ പിന്നീട് ഒരു അവസരം കിട്ടാതെ നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പോ ജനങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളും അധിനിവേശത്തിൽ നിന്നും അടിച്ചമർത്തലുകളിൽ നിന്നും അന്യായങ്ങളിൽ നിന്നും വ്യക്തികൾക്ക് പിരടിക്ക് മോചനം നൽകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതിനാണ് നിങ്ങളെ കണ്ണ്, അതിനാണ് നാക്കും ചുണ്ട് ഉപയോഗിക്കേണ്ടത്, അതിനാണ് നിങ്ങൾ വഴി തെരഞ്ഞെടുക്കേണ്ടത്. അതാണ് നാക്കിന്റെ ചുണ്ടിന്റെ കാഴ്ചന്റെ ഒക്കെ ഉള്ളപ്പോ ഈ സോഷ്യൽ മീഡിയ മുതൽ ബാക്കിയൊക്കെ. പക്ഷെ അതിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ കണ്ണും ചുണ്ടും നാക്കും വാക്കും ചിന്തയും ബുദ്ധിയും ദർശനവും ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഫലകതഹമൽ അഖബ, മനുഷ്യർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന പോരാട്ട വേദികളിലേക്ക് കയറ്റുക. അഖബ എന്നുള്ളതിന് ഏറ്റവും പ്രയാസകരമായ ഒന്നിനാണ് പറയാ. കയറിയാലാണ്ട് എത്തൂല. നന്നായിട്ട് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും, തളരും, നന്നായിട്ട് നിങ്ങൾ വിളറും, ഭയങ്കരമായിട്ട് തകർച്ച പോലും നമുക്ക് അനുഭവപ്പെടും. ഞാൻ കേറില്ല എന്ന് തോന്നുമാറ് പ്രയാസപ്പെടുന്ന വലിയ കുന്നുകൾ കയറുന്നതിനാണ് ഫലകതഹമൽ അഖബ. എന്നിട്ട് അപ്പൊ അള്ളനെ ചോദിക്കണ്ടോ മാതറാക്കബൽ അഖബ, എന്താണ് ഈ അഖബ എന്ന് പറഞ്ഞാൽ? ഫഖുറഖബ, മനുഷ്യന് സ്വാതന്ത്ര്യം നൽകലാണ്, പിരടികൾക്ക് മോചനം നൽകലാണ്. അപ്പോ അത് എല്ലാ കാലത്തുള്ള തന്നെയാണ്, ഇന്നുണ്ട്. അമേരിക്കൻ സാമ്രാജ്യത്വം, ഇസ്രായേലിന്റെ സയഡിസം, ഇന്ത്യയിലെ സംഘപരിവാർ, ഫാസിസ്റ്റുകൾ, ഏകാധിപതികൾ, സ്വേച്ഛാധിപതികൾ, വ്യക്തികൾ, പ്രസ്ഥാനങ്ങളൊക്കെ തന്നെയും മനുഷ്യനിട്ട് അമ്മാനമാടുമ്പോൾ മനുഷ്യന്റെ തലയ്ക്കും അതിന്റെ ഉള്ളിലുള്ള ചിന്തയ്ക്കും സ്വാതന്ത്ര്യം നൽകുന്ന, അവന്റെ പിരടികളെ വിമോചിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യ പ്രവർത്തനം എന്ന് റസൂൽ വിശുദ്ധ ഖുർആൻ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സംരക്ഷണത്തിന് വേണ്ടി നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ദർശനം ഇതിനൊക്കെ സംരക്ഷിക്കാൻ നിങ്ങൾ രക്തസാക്ഷികൾ, അതിൽ നിങ്ങൾ പോരാടി മരിക്കുന്നത് പോലും രക്തസാക്ഷിത്വമാണ് എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ നാടിനെയും അനുഗ്രഹിക്കുമാറാകട്ടെ.